എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ജോൺ ബ്രിട്ടാസ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ ആണ്. നമ്മളൊക്കെ കണ്ടു പഠിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ആണ്. അതെന്തിനാടാ? പുതിയ അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറയാൻ അങ്ങ് എന്നോട് സ്പീക്കർ പദവിയെ കുറിച്ചിട്ടും അതിന്റെ മഹത്വത്തെ കുറിച്ചും അങ്ങ് എനിക്ക് ക്ലാസ് എടുത്തു. ആ ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അങ്ങേ ഞാൻ തിരിച്ചൊരു പേര് ഓർമ്മിപ്പിക്കുകയാണ്. ആ പേര് സോമനാഥ ചാറ്റർജി എന്നാണ്. ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവുകയാണ്. അദ്ദേഹം സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾ അദ്ദേഹത്തോടെടുത്ത നിലപാടെന്നും അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കേണ്ടി വരുമെന്നും അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അപ്പൊ അങ്ങ് സ്പീക്കർ പദവിയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങയുടെ പാർട്ടി എന്താണ് സ്പീക്കർ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാടെന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഈ CPM-ന് കേരളത്തിലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ CPM കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞത് അതിശക്തമായ തിരിച്ചുവരവ്, ഗംഭീര തിരിച്ചുവരവെന്നാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും സ്വന്തം നിലയ്ക്ക് അധികാരം നേടാൻ 71 സീറ്റ് കേവല ഭൂരിപക്ഷം നേടി അധികാരം നേടാനുള്ള ത്രാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. വലിയ ക്ഷീണായി പോയി. അണികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. നിങ്ങളാണ് ഞങ്ങളെ നോക്കിയിട്ട് 240 സീറ്റേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? കുറച്ച് കഷ്ടമാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. CPM-ന് ഞങ്ങൾ ചെറിയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളത് പതിറ്റാണ്ടുകളായി കേരളത്തിലെ മുന്നണി രാഷ്ട്രീയമാണെന്നുള്ളത് എന്റെ ഇളയ സ്നേഹിതനെ അറിഞ്ഞുകൂടെ? ഇതൊന്നും ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എനിക്ക് സംസാരിക്കാൻ നിങ്ങളൊരു അവസരം ഇതുവരെ തന്നിട്ടില്ലല്ലോ. താങ്കൾ എന്നോട് ചോദിച്ചത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നോ ഇല്ലയോ, അതിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ADGP-യെ DGP-ക്ക് വിശ്വാസമില്ല, DGP-യെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടി മുന്നണിയിലുള്ള MLA-മാർക്കോ ഘടകകക്ഷികൾക്കോ വിശ്വാസമില്ല. അത് പോരാഞ്ഞിട്ട് എന്താണ് വീഴ്ചയോട് വീഴ്ച, ADGP-ക്ക് വീഴ്ച, DGP-ക്ക് വീഴ്ച, PR ഏജൻസിക്ക് വീഴ്ച, പ്രസ് സെക്രട്ടറിക്ക് വീഴ്ച. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. മാധ്യമ ഉപദേഷ്ടാക്കൾക്ക് വീഴ്ച, അങ്ങനെ വീഴ്ചയോട് വീഴ്ച. അങ്ങനെ ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്ന് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ശ്രീ അനിൽകുമാർ, അങ്ങയോട് എനിക്ക് ശബരിമല വിഷയത്തിലൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങ് ബീഹാറിലേക്ക് പ്രേരണകുമാരിയിലേക്കും ഒന്നും പോണ്ട, അങ്ങ് നിലമ്പൂരിലേക്ക് പോയാൽ മതി. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം. നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ശ്രീ PV അൻവർ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞതാണ് ശബരിമലയിൽ അലങ്കോലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ സർക്കാരാണെന്നും അത് ചെയ്യരുതെന്ന് ഞാൻ രേഖാമൂലം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് എന്നും. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് 2 പേര് തലയിൽ തുണിയിട്ട് അകത്ത് കയറ്റി അവിടെ ആചാര ലംഘനം മനഃപൂർവ്വം വരുത്തിച്ച ഒരു സർക്കാരാണ് നിങ്ങളുടേത്. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ക്ഷേത്ര സ്നേഹമൊന്നും അധികം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇവിടുത്തെ വിഷയം എന്താണ് എന്ന് അങ്ങ് ആഴത്തിലൊന്ന് പഠിച്ചതിന് ശേഷം ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത് ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവൻ പറഞ്ഞ നേരാ. ഉത്സവം തുടങ്ങുന്നതിന് 9 ദിവസം മുമ്പ്, തൃശൂർ പൂരം തുടങ്ങുന്നതിന് 9 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇൻഡാസുമായിട്ട് ചില NGO-കൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂരം നടത്തിപ്പോലെ പ്രശ്നം ഉണ്ടാവുന്നേ. പൂരം നടക്കുന്നതിന്റെ അന്ന് രാവിലെ മുതൽ പോലീസ് അവിടെ ഇറങ്ങി മാർക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതാണ്. ആൾക്കാർ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. ഇതെന്താ സംഘപരിവാർ അജണ്ടയാണോ? സംഘപരിവാർ പറഞ്ഞിട്ടാണോ പോലീസ് ഇത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ദേവസ്വങ്ങൾ റിസ്ക് അനാലിസിസ് അവിടെ സ്റ്റഡി ആയിട്ട് നടത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നമില്ല എന്നുള്ള കാര്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ നിയമസഭയിലുള്ള ജനപ്രതിനിധികളും നിങ്ങളുടേതല്ലേ? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി?
ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാട്ടെ. നിങ്ങൾ അവരുമായിട്ട് എന്താണ് ചർച്ച നടത്തിയത്? ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് 2016 പുറ്റിങ്ങൽ അപകടം, നമ്മൾ 2024 നിൽക്കുന്നത്. നിങ്ങളുടെ ഏതൊക്കെ MLA എന്തൊക്കെ ചർച്ച നടത്തി? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒന്ന് പറയാമോ? നിങ്ങൾക്ക് അവിടെ ഒരു മന്ത്രി ഇല്ല. ഇപ്പോ തൊട്ടു മുമ്പ് ഈ പറയുന്ന ഇതേ VS സുനിൽകുമാർ എന്നല്ലേ അവിടെ മന്ത്രിയായിട്ടിരുന്നത് തൃശ്ശൂരില്. അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് ഇവര് ചർച്ച നടത്തിയത്? ഇത് പരിഹരിക്കാൻ വേണ്ടി, പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 200 ക്ഷേത്രങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സില് ഈ നാഗരാജൻ എന്ന് പറയുന്ന ആള് ഹൈക്കോടതിയിൽ പോയിട്ട് ക്ഷേത്രങ്ങൾക്ക് എതിരായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിധി സമ്പാദിച്ചുകൊണ്ട് വരികയാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. ഇത്രയധികം ക്ഷേത്രങ്ങൾ ഈ നവകേരള സദസ്സിൽ പരാതി തന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായി? പറയില്ലല്ലേ? പറഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾ ക്ഷേത്രങ്ങളെ തകർക്കാനൊന്നും ശ്രമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വാഗൊണ്ട് പറയാം. പക്ഷെ ചോദിച്ചത് ഞാൻ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾ അതിന് മറുപടി തരും. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി പറയുകയാണ്. പക്ഷേ മറ്റൊരാൾക്ക് അവസരം കൊടുക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല. തിരിച്ച മാന്യത ഉള്ളവരുമായിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്, എന്നെ വിളിക്കേണ്ടത്. ഇതിന് മരുന്നില്ല. പ്രേരണകുമാരി എന്ന് പറയുന്ന സംഘത്തിന്റെ BJP മഹിളാ മോർച്ച സംഘത്തിന്റെ കേസില്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഉണ്ടാകുമായിരുന്നില്ല. ആ കേസ് ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി നാളെ മുതൽ ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്ന ജന്മഭൂമി അച്ചടിക്കുകയും ചെയ്തത് AK സെന്ററിൽ നിന്ന് പറഞ്ഞിട്ടല്ല എന്ന് BJP-ക്കാർ മനസ്സിലാക്കണം. കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണ്. ഇനി സ്ത്രീകൾക്ക് ശബരിമല ചവിട്ടാം എന്ന് ജന്മഭൂമി ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചു നോക്ക്, എന്നിട്ട് ഞങ്ങളുടെ നേരെ ചാടി വരൂ. BJP-യുടെ പ്രകൃതിയോട് പറയുന്നത് അങ്ങനെയാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. അങ്ങനെ അമ്പലത്തിലെ പരിപാടികൾ സുവർണാവസരമാക്കുന്ന രാഷ്ട്രീയക്കാരാണ് നിങ്ങൾ എന്ന് ഈ നാട്ടിലെ ആളുകളെല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കെട്ടുകഥ പറഞ്ഞാലും അമ്പലവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വഭാവം എന്താന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. നിങ്ങളുടെ ഇടതുപക്ഷ ഹാൻഡിലുകള് ശബരിമല ശാസ്താവിനെ കുറിച്ചിട്ട്, അയ്യപ്പനെ കുറിച്ചിട്ട് എഴുതി വിട്ടിട്ടുള്ള അശീലങ്ങളെല്ലാം ഇന്നും അവിടെ ഉണ്ട്. ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ, പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാൻ? നിങ്ങൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസിനെയും കൊണ്ട് രണ്ടുപേരെ തലയിൽ തുണി ഇടിച്ച് അവിടെ കൊണ്ട് കയറാൻ പോയത്? സംഘപരിവാറിനും അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ വേണ്ടി ആരെ എസ്കോർട്ടുമായിട്ട് കൊണ്ടുപോയിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണ്. ഒരു പ്രേരണകുമാരി വിചാരിച്ചാൽ അങ്ങനെ നടന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് രാജിവെച്ച് വേറെ പണിക്ക് പോകാൻ പറയാൻ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. കോടതിയിലെ വിഷയം അതും കൂടി പറഞ്ഞോട്ടെ. കോടതിയിൽ ആ വിഷയം വന്നത് ഏതോ പ്രേരണകുമാരിയുടെ പറയുമ്പോൾ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടക്കാരനെ പിടിച്ച് അവിടെ ഇരുത്തുകയും ചെയ്ത കാര്യമൊന്നും മറന്നു പോകരുത് അനിൽകുമാറെ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ കഥയൊക്കെ ഒരു പ്രേരണകുമാരിയുടെ പിറകിൽ ചെന്ന് ഏതെങ്കിലും പ്രേരണകുമാരിയുടെ സാരിത്തുമ്പിൽ ഒളിച്ചു എന്ന് മറയ്ക്കാന്ന് വിചാരിക്കരുത്. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ഒരു കാര്യം, നരേന്ദ്രമോദി ഈ പ്രേരണകുമാരി എന്ന് പറയുന്ന അവരുടെ താരപ്രചാരകയെ മടിയിൽ വെച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയാനുള്ളത് പറയും. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.